മലമൂത്ര വിസർജനം കഴിഞ്ഞാൽ എന്തിനാണ് കുലുക്കുഴിയുന്നത്? ഇക്കാലത്ത് ആരും അത്ര പ്രാധാന്യം കൊടുത്തു കാണുന്നില്ലെങ്കിലും മലമൂത്ര വിസർജനം പോലും പഴയകാലത്ത് വിധി പ്രകാരമാണ് ചെയ്തിരുന്നത്. പരിസ്ഥിതിക്ക് കോട്ടം വരാതെ, ശരീരത്തിനും ആരോഗ്യത്തിനും ക്ഷീണം സംഭവിക്കാതെ അത് അനുഷ്ഠിക്കണമെന്നേ പഴയ ആളുകൾ ഉദ്ദേശിച്ചിരുന്നുള്ളൂ. തങ്ങളുടെ ചുറ്റും അധിവസിക്കുന്നതെന്ന് സങ്കല്പിക്കുന്ന ദേവ, പിതൃ, പൈശാച ഭൂതാദികളോടും സസ്യലതാദികളോടും, പ്രത്യേകിച്ച് ഔഷധവീര്യമുള്ള സസ്യങ്ങളോട് താൻ അവിടെ മലിനമാക്കുന്നുവെന്നും അതിനാൽ അകന്നു നിൽക്കണമെന്നും 3 തവണ കൈയടിച്ച് അപേക്ഷിക്കണം. പുതിയ കാലത്ത് ആധുനിക കക്കൂസുകളിൽ പോകുന്നവരെ ഉദ്ദേശിച്ചല്ല ഇത്. എന്നിട്ട് തുണി കൊണ്ട് തലയും മൂക്കും മൂടി ഇരിക്കുന്നതിന് ഇടതുവശത്തായി ജലപാത്രം വച്ച് പകൽ സമയമാണെങ്കിൽ വടക്കോട്ട് നോക്കിയും രാത്രിയാണെങ്കിൽ തെക്കോട്ട് നോക്കിയും ഇരിക്കണമെന്നാണ് വിധി. ഇതൊക്കെ അനുസരിക്കാമെങ്കിലും മലമൂത്ര വിസർജനത്തിന് ശേഷം കുലുക്കുഴിഞ്ഞു കളയണമെന്നതിന് പിന്നിലെ വിശ്വാസത്തെ ആരും ചോദ്യം ചെയ്യാതിരിക്കില്ല. എന്നാൽ ഇതിനു പിന്നിലെ ശാസ്ത്രീയത അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. വിസർജ്യ വസ്തുക്കളായ മലമൂത്രങ്ങളിൽ അണുക്കളുമൊക്കെയുണ്ട്. വയറ്റിനുള്ളിലെ കുടലിൽ നിന്നും മലമൂത്രമോ പുറത്തുപോയാൽ ഈ ഗ്യാസ് മേലോട്ട് വരികയുമാണ് പതിവ്. അങ്ങനെ സംഭവിച്ചാൽ ദുർഗന്ധം നിറയുന്നതിനോടൊപ്പം അണുക്കളും വ്യാപിക്കും. ഇത്തരത്തിൽ വായിലെത്തുന്ന ദുർഗന്ധത്തെയും അണുക്കളെയും വായിൽ നിന്ന് പുറത്തു കളയണമെങ്കിൽ കുലുക്കുഴിഞ്ഞ് കളയുക തന്നെ വേണം. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ വായിൽ അണുബാധയ്ക്ക് കാരണമാവുകയും അതിലൂടെ പല രോഗങ്ങൾ ക്ഷണിച്ചു വരുത്തപ്പെടുകയും ചെയ്യാനുള്ള സാധ്യത ഏറെയാണ്.